റോഷിബാൽ, ഇപ്പോൾ പവർ ഗ്രൂപ്പ് എന്ന പ്രയോഗം അതിന്മേലാണ് വലിയ ചർച്ച. 15 അംഗ പവർ ഗ്രൂപ്പുണ്ട്. സിനിമയെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് ഈ പവർ ഗ്രൂപ്പാണ്. അവർക്ക് ഇഷ്ടമില്ലാത്തവർ സിനിമാ മേഖലയിൽ തുടരില്ല. അവർക്ക് ആളുകളെ പുറന്തള്ളാൻ എളുപ്പമാണ്. ഈ തരത്തിൽ ഇവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ പവർ ഗ്രൂപ്പിനെ കുറിച്ചുള്ളത്. മന്ത്രി സജി ചെറിയാൻ പവർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് എന്ത് പ്രതികരണം നടത്തി? സ്മൃതി, ഒന്ന് കൃത്യമായി ഇതിൽ ചൂണ്ടിക്കാട്ടുന്ന ഈ പവർ ഗ്രൂപ്പ് അത് നമുക്കറിയാവുന്നതാണ്. പഴയ കാലങ്ങൾ ഏതാണ്ട് 2017 നടി ആക്രമിക്കപ്പെടുന്നതിന് മുമ്പ് ഉള്ള ഒരു കാലഘട്ടം, സിനിമയിലെ ഒരു കാലഘട്ടം മാത്രം പരിശോധിച്ചാൽ മതി. ആ കാലഘട്ടത്തിൽ സിനിമയിൽ നടന്ന പല കുതികാൽ വെട്ടുകൾ, ക്രിമിനൽ പ്രവർത്തനങ്ങൾ അത് പരിശോധിക്കുമ്പോൾ ആ പവർ ഗ്രൂപ്പിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് വ്യക്തമാവും. അതിൻ്റെ ഭാഗമായി പൂർണ്ണമായും ചലച്ചിത്ര ലോകത്ത് തുടച്ചു മാറ്റപ്പെട്ട സിനിമാ താരങ്ങളുമുണ്ട്. ഏതായാലും ഈ കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. മന്ത്രിയുടെ വിശദീകരണങ്ങളുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്, സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം. അത് മുൻമന്ത്രി AK ബാലനായാലും നിലവിലെ സാംസ്കാരിക സിനിമാ മന്ത്രി സജി ചെറിയാനായാലും നടത്തുന്ന പ്രതികരണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് അതിന് ആ ഗൗരവത്തിലല്ല അവരുടെ പ്രതികരണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാനുള്ള നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും ഈ പവർ ഗ്രൂപ്പ് ഒരു ക്രിമിനൽ സംഘം ഉണ്ടായിരുന്നു. ആ ക്രിമിനൽ സംഘമാണ് ഈ സിനിമാ മേഖലയെ കൈയടക്കാൻ ശ്രമിച്ചത്, കൈയടക്കിയത് എന്നടക്കമുള്ള ചില പരാമർശങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളോ തുടങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്കും ഇതുവരെ എത്തുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും അതിൽ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ആശയക്കുഴപ്പത്തിൻ്റെ ആവശ്യമില്ല എന്നത് ആണ് നിയമവിദഗ്ധർ പറയുന്നത്. പക്ഷേ അതിൽ ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇതിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ നിർബന്ധിതമായതാണ് സർക്കാർ എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ അതിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും നിയമ നടപടിക്ക് തുടക്കമായിട്ടില്ല. മന്ത്രി സജി ചെറിയാനാണെങ്കിൽ ഇപ്പോഴും കോൺക്ലേവ് നടത്തുന്നതിനെ കുറിച്ചാണ് ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോൺക്ലേവ് നടത്തുമ്പോൾ സിനിമാ മേഖലയിലെ എല്ലാവരെയും ഒന്നിച്ചിരുത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ ഈ മേഖല നന്നാക്കാമെന്നുള്ള ചർച്ചയാണ്. അങ്ങനെയുള്ള ചർച്ചയ്ക്കപ്പുറം ഗുരുതരമായ ആരോപണങ്ങൾ ഇതിനകം ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ, അതിന് നേതൃത്വം കൊടുക്കുന്നവരെ തന്നെ മുന്നിലിരുത്തിക്കൊണ്ടാണോ ഈ ചർച്ച എന്ന ചോദ്യം സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. സിനിമാ മേഖലയിലെ എല്ലാവരും ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്നവരല്ല. ഈ 15 അംഗ ഗ്രൂപ്പ് കൊണ്ട് ബാക്കിയുള്ളവർക്കും ചീത്തപ്പേര് എന്നൊരവസ്ഥ കൂടിയുണ്ട്. സ്മൃതി, ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ നേരത്തെ നമ്മൾ നൽകിയത്. അത് 300 പേരാണ് പ്രതിനിധികളായി സംസ്ഥാന സർക്കാർ സാംസ്കാരിക വകുപ്പ് കണക്കാക്കുന്നത്. അതിൽ നിലവിലുള്ള എല്ലാ സിനിമാ സംഘടനകളുടെയും പ്രതിനിധികളുണ്ട്. അത് ഒന്നിൽ കൂടുതൽ പ്രതിനിധികളുണ്ടാകും. ഇങ്ങനെ നോക്കുമ്പോൾ ഈ ക്രിമിനൽ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ, കുറ്റകൃത്യത്തിൽ പങ്കാളികളായ, സ്ത്രീകളെ ചൂഷണം ചെയ്ത, വേട്ടയാടിയവരൊക്കെ ഈ കോൺക്ലേവിൻ്റെ ഭാഗമായി വരും. ഒരു ഒത്തുതീർപ്പിനുള്ള വേദി ഒരുക്കുകയാണോ കോൺക്ലേവിലൂടെ സാംസ്കാരിക വകുപ്പ് എന്ന സംശയമാണ് പ്രധാനമായും ഉയരുന്നത്. ഏതാണ്ട് വർഷങ്ങളോളം സ്ത്രീകളെ വേട്ടയാടിയവരും വേട്ടയാടപ്പെട്ടവരും ഒരുമിച്ചിരുത്തി പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇനി ഇവിടെ ഒരു പ്രശ്നമുണ്ടാകാൻ പാടില്ല എന്ന രീതിയിൽ സാധാരണ നാട്ടുംപുറങ്ങളിൽ നടക്കുന്ന ഒരു മധ്യസ്ഥ ചർച്ചയാണോ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കോൺക്ലേവിലൂടെ സർക്കാർ സാംസ്കാരിക വകുപ്പ് ഉദ്ദേശിക്കുന്നത് എന്ന സംശയമാണ് ഇപ്പോൾ പല കോണുകളിൽ നിന്നും ഉയരുന്നത്. കാരണം ഈ പരിപാടി എങ്ങനെയാണ് ഈ പരിപാടികൾ എന്ന് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ഈ കോൺക്ലേവ് നടക്കുന്നതിന് മുമ്പ് ഈ AMMA, മാക്ട അടക്കമുള്ള സംഘടനകൾ, അതിനകത്തെ ഓരോ വിഭാഗങ്ങൾ, ഓരോ തൊഴിൽ മേഖലയെ പ്രതിനിധീകരിച്ചുള്ള ആ സംഘടനയിലെ മറ്റ് സബ് കമ്മിറ്റികളുടെ പ്രതിനിധികൾ, അങ്ങനെ ഓരോ തൊഴിൽ മേഖലയും പ്രതിനിധീകരിച്ചുള്ള പ്രതിനിധികളുമായി സാംസ്കാരിക വകുപ്പ് ചുമതലപ്പെടുത്തിയവർ ചർച്ച നടത്തുന്നുണ്ട് ഈ കോൺക്ലേവിന് മുമ്പ്. ആ ചർച്ചയിൽ രൂപപ്പെടുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ അതുൾപ്പെടെയാണ് കോൺക്ലേവിൽ വളരെ വിശദമായ ചർച്ചയായി എത്തുകയും അവിടെ നിന്നും നയരൂപീകരണം നടക്കുകയും ചെയ്യുക. പക്ഷേ ഈ ഇതുവരെ ചെയ്ത കുറ്റകൃത്യങ്ങൾ അത് മറക്കുക എന്നതാണോ സർക്കാർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്, കോൺക്ലേവിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന ഒരു ചോദ്യവുമുണ്ട്. ഇതുവരെ നടന്ന കുറ്റകൃത്യങ്ങളൊക്കെ മറന്ന് ഇതുവരെ നടന്നതൊക്കെ പുറത്ത് ഇനി അങ്ങോട്ടേക്ക് തർക്കങ്ങളില്ലാതെ സൗഹൃദത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു സന്ദേശമാണോ ഈ കോൺക്ലേവിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യം. കാരണം കോൺക്ലേവ് നേരത്തെ തന്നെ തീരുമാനിച്ചതാണെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ പറയുന്നു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ കോൺക്ലേവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ
തുടങ്ങിയിരുന്നു, അതിൻ്റെ ആലോചന തുടങ്ങിയിരുന്നു, അത് ചുമതലപ്പെടുത്തിയിരുന്നു KSFDC പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു എന്നൊക്കെയാണ് മന്ത്രിയുടെ വിശദീകരണവും മന്ത്രിയുടെ ആ വകുപ്പ് സാംസ്കാരിക വകുപ്പും പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട ഒരു നടപടികളെക്കുറിച്ചും ഇപ്പോഴും ആലോചന നടക്കുന്നില്ല എന്ന് വേണമെങ്കിൽ വിലയിരുത്തേണ്ടി വരും. അതിൽ നടന്ന കുറ്റകൃത്യങ്ങൾ, ആ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട തുടർ നിയമ നടപടികൾ, അതിനെക്കുറിച്ചുള്ള ആലോചനകളിലേക്ക് കടക്കുന്നില്ല. ആരെങ്കിലും പരാതിയുമായി എത്തണം, അത് മൊഴി കൊടുത്തവർ പരാതിയുമായി എത്തിയാൽ മാത്രമേ നടപടിയെടുക്കൂ എന്ന രീതിയിലേക്ക് അത് സർക്കാർ പിടിവാശിയാണോ എന്ന സംശയം പോലും ഉണ്ടാക്കുന്നു. മാത്രമല്ല സർക്കാരിൽ തന്നെ വിവിധ മന്ത്രിമാർക്ക് വ്യത്യസ്ത നിലപാടും വ്യത്യസ്ത പ്രതികരണങ്ങളുമാണ് പല മന്ത്രിമാരും നടത്തുന്നത് എന്നുള്ളതും വ്യക്തമായിട്ടുള്ളതാണ്. ഇതിലൊരു ഏക സ്വഭാവം ഇവരുടെ പ്രതികരണങ്ങളിൽ തന്നെ ഇല്ല എന്നുള്ളതിൽ ഇക്കാര്യത്തിൽ ഒരു കൂടിയാലോചനയോ ഗുരുതരമായ ഒരു ചർച്ചയോ നടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. റോഷി, ഞാൻ വരാം.